സാറേ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം നല്ല തിരിച്ചടി കൊടുക്കുകയും ചെയ്തു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലായിട്ട് എത്ര കാലം മുന്നോട്ട് പോകും? ഇത് പാകിസ്ഥാന് വലിയ ഭീഷണിയായിട്ട് തുടരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലൂചിസ്ഥാൻ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് ബലൂചിസ്ഥാനിലെ കാര്യങ്ങൾ. അതെ, നമ്മൾ തന്നെ ഈ ഖൈബർ പഖ്തൂൺവ പ്രവിശ്യയിൽ എങ്ങനെയാണ് കലാപം തുടങ്ങിയത്, അത് എവിടം വരെ എത്തി, അങ്ങനെയും ചർച്ച നേരത്തെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വിമോചനം പ്രഖ്യാപിക്കുന്നത് വരെ ഇത് തുടരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബലൂചിസ്ഥാനും ഈ ഖൈബർ പഖ്തൂൺവ ആ പ്രവിശ്യയും, രണ്ട് പ്രവിശ്യകൾ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് വരെ ഇത് തുടരും. സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യും. കാരണം അതിൻ്റെ ലക്ഷ്യങ്ങളാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായ ആക്രമണവും പ്രത്യാക്രമണവും ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അതിർത്തി ഭാഗത്ത്, പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ, ബലൂചിസ്ഥാനും ഖൈബർ പഖ്തൂൺവായും ഒക്കെയുള്ള ഭാഗങ്ങളിൽ. ഇപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ അതിർത്തിക്കപ്പുറം കടന്ന് അവർ പറഞ്ഞത് പാകിസ്ഥാൻ താലിബാൻ്റെ TTP പരിശീലന താവളങ്ങൾ ആക്രമിച്ചു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. ആ സമയത്ത് പാകിസ്ഥാൻ്റെ ഒരു പ്രതിനിധി അഫ്ഗാനിസ്ഥാനിൽ ചർച്ചയ്ക്ക് പോയിട്ടും ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിൽ മറ്റേ പരിശീലന ക്യാമ്പുകളാണ് ആക്രമിച്ചതെന്ന് പാകിസ്ഥാൻ പറഞ്ഞെങ്കിലും സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതലും കൊല്ലപ്പെട്ടിരിക്കുന്നത്. പരിശീലന ക്യാമ്പിൽ എങ്ങനെയാണ് സ്ത്രീകളും കുട്ടികൾ വരുന്നത്? 25 കുട്ടികൾ മരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആകെ 46 പേര് കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ. അതിൽ സ്ത്രീകളും കുട്ടികളും ആണ്. തെക്ക് കിഴക്കൻ പക്തീക പ്രവിശ്യയിലെ ഭീകരതാവളമാണ് ആക്രമിച്ചത് എന്നാണ് പാകിസ്ഥാൻ്റെ വേർഷൻ, പാകിസ്ഥാൻ പറയുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പ്രത്യാക്രമണം, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പ്രത്യാക്രമണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് നിൽക്കുന്നത് ഈ പാകിസ്ഥാൻ താലിബാൻ ആണെങ്കിലും ഇപ്പോൾ ആക്രമണവും പ്രത്യാക്രമണവും രണ്ട് രാജ്യങ്ങൾ തമ്മിലായി. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് ഇപ്പോൾ പോരാടുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ്റെ ഈ വ്യോമാക്രമണത്തിന് ശേഷം ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് നടക്കുന്നത് 19 പാകിസ്ഥാൻ പട്ടാളക്കാർ അവിടെ നിന്നുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 46 പേരെ പാകിസ്ഥാൻ കൊന്നു, 19 പാകിസ്ഥാൻ പട്ടാളക്കാരെ അഫ്ഗാനിസ്ഥാൻ കൊന്നു ആക്രമണത്തിൽ. കിഴക്കൻ അഫ്ഗാനിസ്ഥാൻ പ്രവിശ്യകളായിട്ടുള്ള ഖോസ്റ്റ്, പാക്തിക് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് ഇപ്പോഴും അതിർത്തിയിൽ. അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രവിശ്യകളാണ്, അവിടെയൊക്കെ ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്. അഫ്ഗാൻ്റെ അതിർത്തി സേന പാകിസ്ഥാൻ്റെ പട്ടാള പോസ്റ്റുകൾ കത്തിച്ചു. ഖോസ്തിലെ അലിഷിർ പ്രവിശ്യയിൽ ഏറ്റുമുട്ടലുകൾ നടന്നു. പാക്തിക്കയിലെ ദാവൂദി പത്താൻ ജില്ലയിൽ പാകിസ്ഥാൻ്റെ 2 പോസ്റ്റുകൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചു. ഖൈബർ പഖ്തൂൺ പ്രവിശ്യയ്ക്കും അഫ്ഗാനിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺവ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പ്രവിശ്യ, അതും അഫ്ഗാനിസ്ഥാനിലെ ഖോസ്റ്റ് പ്രവിശ്യയ്ക്കും ഇടയിലെ ഈ അതിർത്തി മേഖലയുണ്ടല്ലോ, അവിടെയാണ് ഈ സംഘർഷം രൂക്ഷമായിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ ബലൂചിസ്ഥാൻ പിന്നെ ഖൈബർ പഖ്തൂൺവ ഇതിനൊക്കെ ചേർന്ന് കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ മേഖലകളാണ്. ആ അതിർത്തി പ്രദേശത്താണ് ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെക്ക് കിഴക്കൻ പക്തിക്കയിലെ ഭീകരതാവളമാണ് ആക്രമിച്ചതെന്നാണ് പാകിസ്ഥാൻ അന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. അതിർത്തി ജില്ലയായിട്ടുള്ള ഖുറം, അവിടെയും പ്രശ്നങ്ങളുണ്ട്, ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഈ ശനിയാഴ്ച ഇന്നലെ ഖോസ്റ്റ് നഗരത്തിൽ പാകിസ്ഥാനെതിരെ അഫ്ഗാൻ ജനതയുടെ
പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു ഓ ശനിയാഴ്ച. ആ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ ജനവികാരം തന്നെ പാകിസ്ഥാനെതിരെ ഇളകിയിരിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. 2021 ശേഷം 2021 അമേരിക്കൻ അധിനിവേശ സേന അഫ്ഗാനിസ്ഥാൻ വിട്ടുപോകുന്നത്, താലിബാൻ ഏറ്റെടുക്കുന്നത്. 2021 ശേഷം നടന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യാക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാർച്ചിൽ 8 പേരെ കൊലപ്പെടുത്തിയിരുന്നു പാകിസ്ഥാൻ. ഇപ്പൊ യൂണിസെഫ് പറഞ്ഞിരിക്കുന്നത് 20 കുട്ടികളെയാണ് പാകിസ്ഥാൻ കൊന്നിരിക്കുന്നതെന്നാണ്. ആക്രമണത്തില് യൂണിസെഫ് പറയുന്നതാണ് 20 കുട്ടികളാണെന്ന്. അപ്പൊ ഈ സൈനിക ക്യാമ്പ് ആക്രമിച്ചു എന്നൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. ഒരു വീട് ആക്രമിച്ചു എന്നുള്ളത് ഇവിടുത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു. 2 വീടുകൾ ആക്രമിക്കപ്പെട്ടു. ഒരു വീട്ടിൽ 26 പേര് കൊല്ലപ്പെട്ടു പാകിസ്ഥാന്റെ ആക്രമണത്തില്. അപ്പൊ അതാണ് ഈ 20 കുട്ടികൾ എന്ന് പറയുന്നത്. ഇവര് ചിലപ്പോൾ ആക്രമണം കാരണം സേഫായിട്ടൊരു സ്ഥലത്ത് മാറിയിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഈ സംബലില് 1978 നടന്നൊരു ഭീകരാക്രമണം ഉണ്ടല്ലോ മുസ്ലിങ്ങളുടെ, അതിങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ പോയി 26 പേരെ അഭയം തേടിയിരുന്നു. അവരെയാണ് അന്ന് കൊലപ്പെടുത്തുന്നത് 1978. ഇപ്പോൾ ഈ അതിന് സമാനമാണെന്ന് പറയുന്നത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നാണ്. ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഒരിടത്ത് പോയിരിക്കുന്നു, അറ്റാക്ക് അവിടെ നടക്കുന്നു അല്ലേ? അതെ അതെ. 20 കുട്ടികളെ പാകിസ്ഥാൻ കൊന്നു എന്നാണ് യൂണിസെഫ് പറഞ്ഞിരിക്കുന്നത്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ TTP എന്ന് പറയുന്നത് പാകിസ്ഥാൻ താലിബൻ അഫ്ഗാൻ അതിർത്തി സ്ഥലത്ത് പോയിരുന്നിട്ടാണ് താവളം അടിച്ചിട്ടാണ് പാകിസ്ഥാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. TTP എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്നത്, പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്നത് തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ, അതാണ് TTP. തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ. കഴിഞ്ഞ ആഴ്ച അതിർത്തിയിൽ പട്ടാളക്കാരുടെ ഔട്ട് പോസ്റ്റ് ആക്രമിച്ചിട്ടാണ് ഈ 16 പാകിസ്ഥാൻ ഭടന്മാരെ കൊന്നത്. അതിനുള്ള പ്രത്യാക്രമണമായിട്ടാണ് ഈ വീടുകൾ ഒക്കെ ആക്രമിച്ചത് പാകിസ്ഥാൻ, ഈ കുട്ടികൾ കൊല്ലപ്പെട്ടതും ഒക്കെ. വെള്ളിയാഴ്ച മന്ത്രിസഭാ യോഗത്തിൽ പാകിസ്ഥാനിലെ ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല ബന്ധമാണ് വേണ്ടത്, പക്ഷെ അഫ്ഗാനിസ്ഥാൻ ഈ പാകിസ്ഥാൻ താലിബാനെ TTPയെ നിയന്ത്രിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ ബന്ധം വഷളായിരിക്കുന്നത്. പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ ഇപ്പോൾ വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ ഈ കൊല്ലം 383 പട്ടാളക്കാരെ കൊന്നിട്ടുണ്ട് പാകിസ്ഥാൻ്റെ. തിരിച്ച് 925 ഭീകരരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ളത് മാറില്ല. ഡുറൻഡ് ലൈൻ എന്ന് പറഞ്ഞ ഒരു ലൈനാണ് അതിർത്തി രേഖയായിട്ട് കരുതുന്നത്. ബ്രിട്ടീഷുകാർ 19-ാം നൂറ്റാണ്ടിൽ വരച്ചത് എന്ന് പറഞ്ഞാൽ മലയെ കൂടിയും ഒക്കെ. അത് കൃത്യമാകണമെന്നില്ല, അങ്ങനെയൊന്നുമില്ല. അതിന് ഹൈപ്പോത്തറ്റിക്കൽ, നമ്മൾ അഫ്ഗാനിസ്ഥാൻ്റെ പ്രസ്താവനകൾ മുഴുവൻ നോക്കിയാൽ ഈ ഡുറൻഡ് ലൈനിന് അവർ പറയുക ഹൈപ്പോത്തറ്റിക്കൽ ലൈൻ എന്നാണ്, സാങ്കല്പിക രേഖ. അതാണ് ഈ കൃത്യതയില്ലാത്തതിൻ്റെ അവർ അംഗീകരിക്കുന്നില്ല അതിനെ, ആ അതിർത്തി രേഖയെ അംഗീകരിക്കുന്നില്ല ഡ്യൂറൻഡ് ലൈനിനെ. അപ്പോൾ ഈ ഹൈപ്പോത്തറ്റിക്കൽ ലൈനിന് അപ്പുറമാണ് അഫ്ഗാനിസ്ഥാൻ താവളങ്ങൾ എന്നാണ് പറയുന്നത്. ഡ്യൂറൻഡ് ലൈനിൽ അഫ്ഗാനിസ്ഥാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ പക്തിക്ക, ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന പാകിസ്ഥാൻ ആക്രമണമൊക്കെ നടത്തിയ പക്തിക്ക എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ പ്രവിശ്യ, അത് അഫ്ഗാനിസ്ഥാൻ്റെ കിഴക്കൻ പ്രവിശ്യയാണ്. പടിഞ്ഞാറൻ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ നോക്കുമ്പോൾ കിഴക്കൻ പ്രവിശ്യയാണ് പക്തിക്ക അഫ്ഗാനിസ്ഥാൻ്റെ. പാകിസ്ഥാൻ്റെ ഖൈബർ പഖ്തൂൺവ ബലൂചിസ്ഥാന് അടുത്ത് ഈ പറഞ്ഞ ഡുറൻഡ് ലൈൻ്റെ അടുത്താണ്. ഡുറൻഡ് ലൈൻ്റെ അടുത്താണ് ബലൂചിസ്ഥാനും ഖൈബർ പഖ്തൂൺവയും.
അതുകൊണ്ടാണ് ഈ ബലൂചിസ്ഥാനികൾ എപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു രാജ്യം വേണം അല്ലേ. ഈ ബ്രിട്ടീഷുകാർ അന്ന് പോയ സമയത്ത് ഒരു സാങ്കല്പിക രേഖയൊക്കെ ഇട്ടിട്ടാണ് പോയത്, ഞങ്ങൾ അംഗീകരിക്കില്ല. ബ്രിട്ടീഷുകാർ വിഭജിച്ചിട്ടാണ് പോയത്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം, അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം, ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗമായിട്ട് കിടന്നതാണല്ലോ. പാകിസ്ഥാൻ്റെ ഖൈബർ പഖ്തൂൺവ, ബലൂചിസ്ഥാൻ, ഇതിൻ്റെയൊക്കെ അടുത്തുള്ള ഡുറൻഡ് ലൈനിനടുത്താണ് ഈ പക്തിക്ക എന്ന് പറഞ്ഞിപ്പോൾ പാകിസ്ഥാൻ ആക്രമിച്ചിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ പ്രവിശ്യ. മലയും വനവും ഒക്കെ ആയിട്ട് കിടക്കുന്ന പ്രദേശമാണത്. അതുകൊണ്ട് ഈ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറഞ്ഞ സെറ്റുകൾക്ക് താവളത്തിന് പറ്റിയ സ്ഥലമാണ്, മലയും വനവും ആണ്. ബലൂചിസ്ഥാനിലെ ഷോബ് ജില്ല, പക്തൂൺവയിലെ സൗത്ത് വസീറിസ്ഥാൻ, നോർത്ത് വസീറിസ്ഥാൻ, ഇതൊക്കെ ഈ പ്രദേശത്താണ്. സൗത്ത് വസീറിസ്ഥാനിലാണ് ഡിസംബർ 21 16 പാകിസ്ഥാൻ പട്ടാളക്കാരെ ഈ പാകിസ്ഥാൻ താലിബാൻ കൊന്നത്. അതിനെ തുടർന്നാണ് ഈ സംഭവങ്ങൾ തിരിച്ചടിയും ഒക്കെ ആയിട്ട് നടക്കുന്നത്. മാർച്ചിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി. ഇതിന് പകരമായിട്ട് പട്ടാളക്കാരെ കൊന്നു കഴിഞ്ഞാൽ തിരിച്ചടിക്കണമല്ലോ, അല്ലെങ്കിൽ പാകിസ്ഥാൻകാർ വെറുതെ ഇരിക്കില്ല. പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി. പക്തിക്ക, കോസ്റ്റ് തുടങ്ങിയ അഫ്ഗാനിസ്ഥാൻ്റെ പ്രവിശ്യകളിലാണ് ആ വ്യോമാക്രമണങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ താലിബാൻ്റെ പാക് താലിബാൻ എന്ന് പറഞ്ഞ സെറ്റുകൾ, സത്യത്തിൽ ഈ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറഞ്ഞ സംഘടനയെ മുമ്പ് ഈ മുജാഹിദ്ദീനുകൾ, അഫ്ഗാനിസ്ഥാനിൽ മുജാഹിദ്ദീനുകളും സോവിയറ്റ് യൂണിയന്റെ സൈന്യം തമ്മിലാണല്ലോ തർക്കങ്ങളൊക്കെ നടന്നിരുന്നത്. ഈ അഫ്ഗാനിസ്ഥാനിൽ മുമ്പ് നജീബുള്ളയുടെ ഒക്കെ കാലത്തുമൊക്കെ അങ്ങനെയായിരുന്നു മുജാഹിദ്ദീനുമായിട്ട്. ആ കാലത്തൊക്കെ ഈ താലിബാനെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ താലിബാൻ പൂർണ്ണമായിട്ടും പാകിസ്ഥാനെതിരായി. അപ്പോൾ പാകിസ്ഥാനെതിരായ ശേഷം ഇടയ്ക്കിടയ്ക്ക് അതിർത്തിന്ന് പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ ഈ IMF ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അതെ. അപ്പോൾ പാകിസ്ഥാൻ ഭീകരത കയറ്റി അയക്കുന്ന രാജ്യമായിട്ടാണ് അമേരിക്ക പോലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർക്കൊരു മുകളിലൊരു സമ്മർദ്ദമുണ്ട്. അവർ ഭീകരർക്ക് എതിരാണ് എന്ന് വരുത്തി തീർക്കണം പാകിസ്ഥാനെ. അതുകൊണ്ട് പാകിസ്ഥാൻ താലിബാനെ ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയും വേണം. ഇടയ്ക്ക് ഇന്ത്യക്കെതിരെ താലിബാനെ അവർ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ് പാകിസ്ഥാൻ. ആഗോളതലത്തിൽ അവരുടെ ഇമേജ് ഒന്ന് മാറ്റാനും അതും കൂടി ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പാകിസ്ഥാൻ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്നത്. എന്തായാലും താലിബാൻ്റെ ലക്ഷ്യം എന്താണ്? പാകിസ്ഥാൻ പിടിച്ചടക്കണം, സ്വന്തമാക്കണം എന്നുള്ളതാണ്. എന്നിട്ട് മറ്റേ അഫ്ഗാനിസ്ഥാൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക, വിശാലമായ രാജ്യം എന്നുള്ളതാണ് വിശാല താലിബാൻ അല്ലേ. അതെ, അതാണ് സംഭവം. വിശാല ബംഗ്ലാദേശ്, വിശാല ബംഗാൾ എന്നൊക്കെ പറയുന്ന പോലെ വിശാല താലിബാൻ എന്നുള്ളതാണ് അവരുടെ ഒരാഗ്രഹം. പാകിസ്ഥാനും കൂടി പിടിച്ചടക്കുക. എന്തായാലും പാകിസ്ഥാന് പോയ മട്ടിലാണ് ഇപ്പോൾ ബലൂചിസ്ഥാനും ഖൈബർ പഖ്തൂൺവയും നിൽക്കുന്നത്. അവിടെ എന്തെങ്കിലും അവിടെ എപ്പോഴും കലാപങ്ങളുണ്ട് പാകിസ്ഥാനെതിരെ. അത് അടിച്ചമർത്താനായിട്ട് പാകിസ്ഥാൻ പട്ടാളം പോയാൽ ആ പട്ടാളക്കാർ കൊല്ലപ്പെടും. അതുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളക്കാർക്കും പോകാൻ പേടിയുള്ള 2 സ്ഥലങ്ങളാണ് ഈ 2 പ്രദേശങ്ങളും. പിന്നെ ചൈനീസ് പട്ടാളത്തിനേക്ക് കയറ്റി പാകിസ്ഥാൻ ശ്രമം നടത്തി നോക്കുന്നുണ്ട്. ആകെയുള്ള ബലം ചൈനക്കാരും കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം അവർ ഇപ്പോൾ ബലൂചിസ്ഥാനെയും ഖൈബർ പഖ്തൂൺവയൊക്കെ ആയുധമണിയിക്കുന്ന വേറെയും ശക്തികൾ കാണുമല്ലോ പാകിസ്ഥാന് പുറത്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.